ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം വീണ്ടും ഒരിക്കൽ കൂടി ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാൻ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന രംഗത്ത് വന്ന് ഇരിക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും അവസരം തന്നു. പാപിയായി എനിക്ക് അവസരം തന്നു. പരിശുദ്ധാത്മാവുള്ള രംഗത്ത് വരുന്നത് മഹാഭാഗ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാനിടയാകുന്നത് തീർത്താൽ തീരാത്ത ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടോയെന്ന് എങ്ങനെ അറിയുന്നത്? അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഉള്ളം കത്തുന്നത്? ഉള്ളം കത്തണമെങ്കിൽ ഉള്ളം അടച്ചിരുന്നു കഴിഞ്ഞാൽ കത്തില്ല. ഉള്ളം തുറന്നിരിക്കണം. എങ്ങനെയാണ് ഉള്ളം തുറക്കുന്നത്? ഞാൻ വിചാരിച്ചാൽ എൻ്റെ ഉള്ളം തുറക്കാൻ കഴിയുമോ? കഴിയില്ല. ഇത്ര ഉന്നതനായ, നിഴലടിച്ചാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കുമായിരുന്ന പൗലോസ് അപ്പോസ്തലൻ യൂറോപ്പിൽ ആദ്യം പ്രസംഗിക്കാൻ ചെന്നു. അവിടെ സാധുവായൊരു സ്ത്രീ, പേര് ലുദിയ. അപ്പോസ്തലൻ പ്രസംഗിച്ചു തുടങ്ങി. ആളുകളൊന്നും കാര്യമായിട്ടില്ല. പുഴവക്കത്തിരുന്ന് പ്രസംഗിക്കുകയാണ്. ആളുകൾ അധികം ഉണ്ടോയെന്ന് നോക്കിയല്ല ജീവനുള്ള ദൈവം ഇറങ്ങി വരുന്നത്, ദൈവത്തിൻ്റെ വചനം ഇറങ്ങി വരുന്നത്. അപ്പോസ്തലൻ സംസാരിച്ചു. അത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് ലുദിയയുടെ ഹൃദയം തുറന്നു. ദൈവം ഹൃദയം തുറക്കണം. അതിന് ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, ഈ മനുഷ്യരെയൊക്കെ മാറ്റി നിർത്തിയിട്ട്, എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട്, കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ. ആരെഴുന്നേറ്റ് നിൽക്കുന്നത് നോക്കരുത്. എൻ്റെ കർത്താവേ, എന്നോടൊന്ന് സംസാരിക്കണമേ. ലുദിയയുടെ ഹൃദയം തുറന്ന ജീവനുള്ള ദൈവമേ. യൂറോപ്പിലെ ആദ്യത്തെ ക്രിസ്ത്യാനിയായി തീർന്നു ലുദിയ. ആ ദൈവം തന്നെയാണ് ഇന്ന് നമ്മളുടെ മധ്യത്തിൽ വന്നിരിക്കുന്നത്. അനേകർക്ക് വിശ്വാസമില്ല. വിശ്വാസം ഒരു സ്വത്താണ്. വിശ്വാസം ഇന്ന് എത്ര പേർക്കുണ്ട്? എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു എന്നെ സ്നേഹിക്കുന്നു, യേശു എന്നെ വിളിച്ചു, യേശു ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ കണ്ടു. ഇതെല്ലാം പലപ്പോഴും പറഞ്ഞ് ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് പലർക്കും എപ്പോഴും കേൾക്കുമ്പോൾ അതിൻ്റെ ആ ഗൗരവം നഷ്ടപ്പെടുന്നുണ്ടോ? വാസ്തവമായും ക്രിസ്തു എന്നെ വിളിച്ചു എന്നുള്ള ആ ഒരു ഉറപ്പ്. ഞാൻ വെറുതെ എങ്ങനെയെങ്കിലും കടന്ന കൂട്ടായ്മയിലേക്ക് വന്നതല്ല. വിളിച്ചത് ഈ ഭൂമിയിലെ മനുഷ്യരൊക്കെ ആയിരിക്കും. നിങ്ങളുടെ വീട്ടിൽ വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്ത് വിളിച്ചത്. എന്നാൽ എന്നെ വിളിച്ചത് ജീവനുള്ള ക്രിസ്തുവാണെന്നുള്ള ഉറപ്പ്. അത് എത്ര പേർക്കുണ്ട്? ആ ഉറപ്പ് കിട്ടുന്നൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ ആ ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ സമാധാനമായി ജീവിക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ഉള്ളത്തിലേക്ക് തറച്ചു കയറുന്നത് പോലെ വചനം തറച്ചു കയറും. പരിശുദ്ധാത്മാവാണോ സംസാരിക്കുന്നത് എങ്ങനെ അറിയാം? പാപബോധം കിട്ടുമെന്ന്. നിങ്ങൾക്ക് പാപബോധം കിട്ടുന്നുണ്ടോ? സ്വർഗരാജ്യത്തിൽ എത്തണമെന്നുള്ള ആഗ്രഹമുണ്ടോ? യായിറോസിന്റെ ഭവനത്തിലേക്ക് അല്ല, യായിറോസ് യേശുവിൻ്റെ അരിയിലേക്ക് വന്നു. യായിറോസ് അത്യാവശ്യക്കാരനായിട്ടാണ് വന്നത്. അത്യാവശ്യക്കാരായിട്ട് വരുന്നവരിലേക്ക് കർത്താവ് വരും. വിശ്വാസത്തോടെ, അങ്ങനെ വിശ്വാസികളായിട്ട് നിന്നാൽ ജീവനുള്ള ദൈവം ഇറങ്ങി വന്നിരിക്കും. ഇന്നും ദൈവം അനുഗ്രഹിക്കാനാണ് വന്നിരിക്കുന്നത്. ജീവനുള്ള ദൈവം എന്നെ വിളിച്ചു. ക്രിസ്തുവാണ് എന്നെ വിളിച്ചത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിലിട്ട് പോകുന്നവനല്ല. ഇതൊന്ന് വിശ്വാസം കിട്ടുക എന്നതിൽ എന്തൊരു ഭാഗ്യമാണ്. ഒരു ഭാഗം മാത്രം നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 6:6. പരമപ്രധാനമായൊരു വാക്കാണ്, ഒരു വാക്യമാണത്. വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. മതി. യേശുക്രിസ്തു ആശ്ചര്യപ്പെട്ടു. ക്രിസ്തു അത്ഭുത പരതന്ത്രനായി. എന്തുകൊണ്ടാ?
അവരുടെ അവിശ്വാസം നിമിത്തം. വിശ്വസിച്ചാൽ മാത്രമേ അത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ. വിശ്വസിച്ചില്ലെങ്കിൽ ഒന്നും കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു വാക്യം കൂടെ വായിക്കുക. ഒന്ന്, അവരുടെ അവിശ്വാസം നിമിത്തം, അവരുടെ അവിശ്വാസം ഹേതുവായി, അവരുടെ അവിശ്വാസത്താൽ യേശു ആശ്ചര്യപ്പെട്ടു. മത്തായി 13:58 അത് തന്നെയാണ് പറയുന്നത്. അവിശ്വാസം. നിങ്ങൾ വിശ്വസിക്കണം ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ക്രിസ്തുവിനെ തൊടുമെന്ന് വിശ്വസിക്കണം. ക്രിസ്തു എൻ്റെ രോഗം മാറ്റുമെന്ന് വിശ്വസിക്കണം. ക്രിസ്തു എന്നെ ജയിപ്പിക്കുമെന്ന് വിശ്വസിക്കണം. ക്രിസ്തു എനിക്ക് ജോലി തരുമെന്ന് വിശ്വസിക്കണം. ക്രിസ്തു എൻ്റെ കടബാധ്യത മാറ്റി തരുമെന്ന് വിശ്വസിക്കണം. വിശ്വാസം. വായിക്കൂ. അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ ചെയ്തില്ല. കേട്ടോ, എന്തുകൊണ്ടാണ് പലർക്കും രോഗസൗഖ്യം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് പലരും ജയിച്ച് മുന്നേറി പോകാത്തത്? എന്തുകൊണ്ടാണ് പല കാര്യങ്ങളിലും ജപ്തി നോട്ടീസ് മാറിക്കിട്ടാത്തത്? അവിശ്വാസം. കർത്താവിനൊന്നും ചെയ്യാൻ കഴിയില്ല. നിസ്സഹായനായി കർത്താവ് നിൽക്കും. ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസികളാണോ? സത്യമായും ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മഹാത്ഭുതം നടന്നിരിക്കും. എന്താണ് ഏറ്റവും വലിയ അത്ഭുതം? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കിട്ടുക. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് 1000 ആണ്ട് വാഴാനായിട്ട് ഇങ്ങോട്ട് വരും. വിശ്വസിക്കുന്നുണ്ടോ? അനേകർ വിശ്വസിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. മറ്റ് പല ആളുകളും പല വേഷഭൂഷാദികൾ ധരിച്ചുകൊണ്ട് നടക്കുന്ന പലർക്കും അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല. ഇതൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ കേൾക്കുന്നു, അത് വിട്ടുവിട്ട് കളയുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പ്രിയപ്പെട്ടവർ, എന്നാൽ നാം വിശ്വാസികളാകണം. നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമില്ലെങ്കിൽ യാതൊന്നും സംഭവിക്കില്ല. കർത്താവിനോട് ഒന്നും അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ ചെയ്തില്ല. എന്നാൽ മർക്കോസ് സുവിശേഷം തന്നെ 5-ാം അധ്യായം 25-ാം വാക്യത്തിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. 12 സംവത്സരമായി രക്തസ്രാവക്കാരിയായ സ്ത്രീ. ഒന്ന് വായിക്കാം. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവേശിയായി തീർന്നിരുന്ന ഒരു സ്ത്രീ. മതി. മുഴുവനും വിറ്റ് ചെലവഴിച്ചു. വീടും പറമ്പും എല്ലാം മുഴുവൻ വിറ്റ് ചികിത്സിച്ചു. ഭേദം വന്നില്ല. വിറ്റുവർക്ക് ചികിത്സിക്കുന്ന ആളുകളില്ലേ? ഉണ്ട്. ഇപ്പൊ മാരകമായൊരു ക്യാൻസർ വന്നു. ലക്ഷങ്ങളും കോടികൾ ചെലവഴിച്ചാൽ പോലും രോഗം ഭേദമായിക്കൊള്ളുന്നില്ല. പക്ഷെ അങ്ങനെ മുഴുവനും വിറ്റ്, തനിക്കുള്ള സമ്പത്ത് മുഴുവനും വിറ്റ്, എല്ലാം പല വൈദ്യന്മാരാൽ എല്ലാം വിറ്റ് ചെലവഴിച്ച ഒരു സ്ത്രീ. ആ സ്ത്രീ ഒട്ടും ഭേദം വരാതെ, എന്ത് കൃത്യമായിട്ട് ഒട്ടും ഭേദം വന്നില്ല, ഒട്ടും ഭേദം വരാതെ ഏറ്റവും പാരവശ്യം. ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? മുഴുവൻ സ്വത്തും പോയി, രോഗമൊട്ട് മാറിയിട്ടുമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എനിക്കുള്ള എല്ലാം ഞാൻ വിറ്റു രോഗം മാറാൻ വേണ്ടി, രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഈ വീട് വിറ്റു, സ്ഥാപനം എല്ലാം വിറ്റു, പരമദരിദ്രനായി തീർന്നു. രോഗം മാറിയോ? മാറിയില്ലെന്ന് മാത്രമല്ല, അവിടെ എഴുതിയേക്കണ എന്താണ്? യാതൊരു ശമനവും വന്നില്ല, ഒട്ടും ഭേദം വരാതെ. ഉടനെ പരവേശം തുടങ്ങൂല്ലേ? സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിച്ചേ, ഒരാദിയായിരിക്കും. രോഗവും മാറിയില്ല, സമ്പത്തും എല്ലാം പോയി, ഒട്ടും ഭേദം വരാതെ പരവശിയായി തീർന്ന്, കിടക്കാൻ കിടപ്പേടയില്ല, വല്ലോ ചെറിയ വാടക വീട്ടിലായിരിക്കും കിടക്കണേ. അങ്ങനെയുള്ള ആ പാവ സ്ത്രീ. ബാക്കി വായിച്ചോ. യേശുവിന്റെ വർത്തമാനം കേട്ടു. അവൾ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. കേൾക്കണേ, യേശുവിന്റെ വസ്ത്രത്തിലൊന്നെങ്കിലും തൊട്ടാൽ. വലിയ പുരുഷാരം ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്തുമാത്രം ആളുകൾ. പാവം രക്തസ്രാവക്കാരിത്തിയ സ്ത്രീ, ബ്ലീഡിംഗ് ഉള്ള സ്ത്രീ. അവൾക്ക് തൊടാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കി നിങ്ങൾ. അത്ര വലിയ തിരക്കാണ്.
കാര്യം പരവേശമുണ്ട്, അവളുടെ ഒരു ആഗ്രഹം, അവൾക്കൊരു വിശ്വാസമുണ്ട്, അല്ലേ? വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവൾ യേശുവിൻ്റെ അരികിലേക്ക് വന്നത്. വിശ്വാസം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ധാരാളം ആളുകൾ പോകുന്ന കൂട്ടത്തിൽ പാവപ്പെട്ട ആ സ്ത്രീ പുറകെ വന്നിങ്ങനെ നടക്കുകയാണ്. യേശുവിൻ്റെ വർത്തമാനം കേട്ടു. യേശു അനേകരെ സൗഖ്യമാക്കിയത് കണ്ടു. കുരുടന് സൗഖ്യം കൊടുത്തത് കേട്ടു. കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തത് കേട്ടു. തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുത്തത് കേട്ടു. അനേകം അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തത് കേട്ടു. എല്ലാം കണ്ടു. പക്ഷെ തൊട്ടാൽ സൗഖ്യം വരും. തൊടാൻ നോക്കിയിട്ട് സാധിച്ചോ? ഇല്ല. പക്ഷെ നിരാശപ്പെട്ടോ? ഇല്ല. നിങ്ങൾ പലരും വിശ്വാസികളാണെങ്കിൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും. ആരും പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം വന്നു എന്നല്ല പറയേണ്ടത്. ഞാൻ വിശ്വസിച്ചു, ജീവനുള്ള ക്രിസ്തു എന്നെ തൊട്ടു. ഞാൻ വിശ്വസിച്ചു, കർത്താവിനെ തൊട്ടു. പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ ഒരു വിശ്വാസം ലഭിക്കുക. ഞാൻ ഏതെല്ലാം അനുഭവങ്ങൾ വെളിച്ചത്തിലാണ് പറയുന്നതെന്ന് അറിയാമോ? എന്തെല്ലാം കാര്യങ്ങൾ, എൻ്റെ വ്യക്തിപരമായ രോഗം, ഏതെല്ലാം രോഗങ്ങൾ. ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു വലിയ സമ്പത്താണ്, പ്രിയപ്പെട്ട ദൈവജനമേ. അങ്ങനെ വിശ്വാസം വന്നാൽ പിന്നെ പരീശന്മാരാരെങ്കിലും ഉണ്ടോ, പ്രമാണിമാരാരെങ്കിലും ഉണ്ടോ, അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? അത്യാവശ്യക്കാരന് ഔചിത്യബോധം ഇല്ലെന്ന് പറയും. അവൻ എങ്ങനെയെങ്കിലും തുടരണമെന്ന് ആഗ്രഹിച്ച് നടക്കും. ആരെയും നോക്കൂല, ഓടിച്ചെന്ന് പറയാനുള്ളത് പറയും. നാം അങ്ങനെയാണോ? പാവം സ്ത്രീ പരവശയായിട്ടാണ് വന്നിരിക്കുന്നത്. ബ്ലീഡിംഗ് ഉള്ള സ്ത്രീ, രക്തസ്രാവമുള്ള സ്ത്രീ, മുഴുവൻ വിറ്റ് തൊലച്ച സ്ത്രീ. അവർ പ്രതീക്ഷയോടെ എന്നാലും കർത്താവിനെ തൊടാൻ കഴിയില്ല, എന്നാൽ ഏങ്ങി വലിഞ്ഞു നിന്നുകൊണ്ട് ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വാസ്തവമായും നാം കൂടി വരുമ്പോൾ ജീവനുള്ള ക്രിസ്തുവിടെ ഇറങ്ങി വരുന്നുണ്ടെന്ന്. ആ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിങ്ങനെ തൊടുവിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസികളുടെ എല്ലാം മേൽ തൊടും. സത്യമാണ്. ഏതെല്ലാം അനുഭവങ്ങളുണ്ട്. ഇവിടെ മുഴ മാറിയ ആളുകളുണ്ട്, ഏതെല്ലാം രോഗം മാറിയ ആളുകളുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ചിലരുടെ ജീവിതത്തിൽ ഒന്നും നടക്കാത്തത്? വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. വേറെ യാതൊരു കാര്യമില്ല. കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല. യേശുവിൻ്റെ അത്ഭുത ശക്തി കുറഞ്ഞു പോയിട്ടില്ല. പലർക്കും ചിന്തയായി, ഇനി നന്നാവാൻ പോണില്ല, ഇനി എൻ്റെ മോൻ എന്നാണെങ്കിലും തിരിച്ചു വരാൻ പോകുന്നില്ല, ഇനി എൻ്റെ മോൾ എന്താണെങ്കിലും തിരിച്ചു വരാൻ പോകുന്നില്ല, ഇനി എന്താണെങ്കിലും എൻ്റെ രോഗം മാറാൻ പോകുന്നില്ല, ഞാൻ എങ്ങനെ നോക്കിയാലും കടബാധ്യത തീരാൻ പോകുന്നില്ല. എങ്ങനെ കടബാധ്യത തീരാനാണ്? എങ്ങനെ കണക്ക് കൂട്ടിയാലും നടക്കില്ല. നിരാശ വരുന്നു. പാടില്ല. വിശ്വാസത്തോടെ നിങ്ങൾ യേശുവിനോട് പറഞ്ഞാൽ എല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നൊരു ജീവനുള്ള ദൈവമുണ്ട്. സാധുവായ മനുഷ്യൻ എന്തെല്ലാം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നിൽക്കുന്നത് എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടോ? ഒന്നും കർത്താവ് മുടക്കിയിട്ടില്ല. ഏത് ചെറിയ കാര്യം ചോദിച്ചിട്ടുണ്ടോ? എല്ലാം തന്നിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ കാര്യം കിട്ടാനില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എനിക്ക് നല്ല ഉറച്ച വിശ്വാസമാണ് ജീവനുള്ള ദൈവം ചെയ്തിരിക്കുമെന്ന്. പാവപ്പെട്ട ആ സ്ത്രീ, സാധുവായ സ്ത്രീ, ഞാൻ കണ്ടുകൊണ്ടാണ് പറയുന്നത്, ഏങ്ങി വലിഞ്ഞു നിന്നുകൊണ്ട് ആ പരമപരിശുദ്ധനായ ജീവനുള്ള ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടു. തൊട്ട വഴിയെ ശക്തി പുറപ്പെട്ടു. കർത്താവ് ചോദിച്ചു, ആരെ എന്നെ തൊട്ടെ? ഇത്രയും തിക്കിത്തിരക്കി നടക്കുമ്പോൾ ശിഷ്യന്മാർക്ക് അത്ഭുതം. ഇതെന്താ കർത്താവ് ഇങ്ങനെ ചോദിക്കണേ? ആരെ എന്നെ തൊട്ടേന്ന്? അല്ല, കർത്താവ് പറഞ്ഞു, ഒരാളെന്നെ തൊട്ടു. കൂട്ടം കൂടി നമ്മളെല്ലാം വരുന്നുണ്ട്, എന്നാൽ തൊടുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അത്യത്ഭുത ശക്തി, തൊടുന്നവരുടെ മേൽ ഒഴുക്കിത്തരുന്ന അത്യത്ഭുത ശക്തി, അതിന് സഭ മാറേണ്ട ആവശ്യമില്ല, അതിന് കക്ഷി മാറേണ്ട ആവശ്യമില്ല, അതിന് പള്ളി മാറേണ്ട ആവശ്യമില്ല, അതിന്
ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ഉറക്കെ നിങ്ങളോട് ഈ തിരുവചനം മുത്തിക്കൊണ്ട് പ്രഖ്യാപിക്കട്ടെ, അതിന് നിങ്ങൾ ഇനി സ്നാനപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ നല്ല ഉറപ്പോടുകൂടിയാണ് പറയുന്നത്. ജീവനുള്ള ക്രിസ്തുവൻ തൊട്ടാലുണ്ടല്ലോ, അവിടുന്ന് അത്ഭുതം അങ്ങ് തുടങ്ങും ജീവിതത്തിൽ. നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവേ അവിടുന്ന് വന്നിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളെ എല്ലാവരും തൊടാതെ പോകരുതേ എന്ന്. അല്ല, കർത്താവിൽ നടന്നു വരുമ്പോൾ ആ തിരുരക്തം പുരണ്ട കരം എൻ്റെ മേലൊന്ന് വെക്കാതെ പോകരുതേ എന്ന് പറയണം. ഇല്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യാമോ? നിങ്ങൾ കർത്താവിനോട് പറയണം, എത്ര രോഗം മാറില്ല എന്ന് രോഗം പറഞ്ഞതായിരിക്കട്ടെ, അങ്ങനെ വിധി എഴുതിയതായിരിക്കട്ടെ, ഷുഗർ മാറില്ല ഇന്ത്യ ഒരിക്കലും. എനിക്ക് എന്നും ഇങ്ങനെ ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. ചിലരങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കൊളസ്ട്രോളിന് മരുന്ന് ആയുഷ്കാലം മുഴുവൻ കഴിക്കണം. ചിലർ വിചാരിക്കുക തൈറോയിഡിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. അത് വിഡ്ഢിച്ചിന്തയാണെന്ന് ഞാൻ പറയും. അവരവിശ്വാസികളാണെന്ന് ഞാൻ പറയും. എൻ്റെ ജീവനുള്ള ദൈവം 2000 കൊല്ലം മുമ്പ് എവിടെയെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുതം നടന്നിട്ടുണ്ട്. എൻ്റെ മദ്യപാനം ഞാൻ വിചാരിച്ചാൽ മാറില്ല. എൻ്റെ അശുദ്ധ ചിന്ത ഞാൻ വിചാരിച്ചാൽ മാറില്ല. എൻ്റെ കോപ സ്വഭാവം ഞാൻ വിചാരിച്ചാൽ മാറില്ല. എന്നാൽ ഞാൻ ഈ അടുത്തിടെ ചിന്തിച്ചു, ഇത്രയും കോപിക്കുന്നൊരു മനുഷ്യൻ ആരും ഇല്ലായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് മാറിയതെന്ന്. ഞാൻ കോപം മാറ്റണേ പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഞാനിവിടെ ദൈവമക്കൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാനൊരു തികഞ്ഞ വിശ്വാസിയായതുകൊണ്ട്, പണ്ഡിതന്മാർ എഴുന്നേറ്റ് നിൽക്കുമ്പോഴല്ല, വചനം മുഴുവൻ അറിയാവുന്നവർ എഴുന്നേറ്റ് നിൽക്കുമ്പോഴല്ല, ആരൂടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ അവരുടെ നാവിലൂടെ പാപിയായി എന്നോടൊന്ന് സംസാരിക്കണമെന്ന്. ഭൂമിയിലുള്ള എല്ലാവരോടും ബഹുമാനമാണ് എനിക്ക്, ആരോടും ബഹുമാനക്കുറവില്ല. ഞാൻ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ഇവിടെ മുമ്പിൽ നിന്നുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളെക്കാൾ എന്തെങ്കിലും യോഗ്യത ഉള്ളതുകൊണ്ട് പറയില്ല. സത്യം, അത് സത്യമല്ലെങ്കിൽ കർത്താവിനെ കല്ലെടുത്തെറിയുമ്പോൾ നിത്യനരകത്തിലേക്ക് എറിഞ്ഞു കളയുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കാരണം മനുഷ്യർ പറയുന്ന ഏത് നിസ്സാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഉറച്ച വിശ്വാസി, എൻ്റെ ജീവനുള്ള ദൈവമാണ് എന്നെ വിളിച്ചത്, എൻ്റെ ദൈവം എന്നെ ഒരിക്കലും വഴിയിലിട്ടിട്ട് പോകുകയില്ല എന്ന്. ഞാൻ അധികമൊന്നും പറയുന്നില്ല. 2020 എന്തുമാത്രം പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ തളർന്നു വലഞ്ഞ മനുഷ്യനായിരുന്നു. പിന്നീടും എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം വന്നു. എന്നാൽ ജീവനുള്ള ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ? അന്നും കർത്താവ് പറഞ്ഞു, അന്ന് ഒരു വരണ്ട കൈയുള്ള മനുഷ്യൻ, 3:1 മാത്രമൊന്ന് വായിക്കാമോ? 3:1, മർക്കോസ് 3:1. വരണ്ട കൈയുള്ള മനുഷ്യൻ. ഓ പാവം മനുഷ്യൻ, ഒന്ന് ആലോചിച്ച് നോക്കി. കൈ വരണ്ടിരിക്കുക, കൈയുടെ അറ്റയില്ല, കൈയുടെ അറ്റത്തൊന്നുമില്ല, വിരളില്ല, പാവം വരണ്ടുപോയ മനുഷ്യൻ. ഒന്ന് വായിക്കാമോ? അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. പള്ളിയിൽ വെച്ചാ വേറെ എങ്ങുമല്ല, പള്ളിയിൽ കർത്താവ് ചെന്നു. അപ്പോൾ അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. നിങ്ങൾ പലരും വരണ്ടവരല്ലേ? ബിസിനസ്സിൽ വരണ്ടവരോട് വന്നിട്ടുണ്ടായിരിക്കും, രോഗം മൂലം വരണ്ടവർ വന്നിട്ടുണ്ടായിരിക്കും, അല്ല ഇനി എനിക്കൊരു ഗതി കിട്ടിയില്ല എന്ന് ഓർത്ത് വരണ്ട് വന്നവരുണ്ടായിരിക്കും, ഇനി ഒരിക്കലും എനിക്ക് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിയില്ല എന്നോർത്ത് വരണ്ട് വന്നവരുണ്ടായിരിക്കും, മക്കളുടെ ഭാവി ഓർത്ത് വരണ്ട് വന്നവരുണ്ടായിരിക്കും, എനിക്കിനി ഒരു നല്ല ജയം കിട്ടുകയില്ല എന്നോർത്ത് വരണ്ട് വന്നവരുണ്ടായിരിക്കും. വരണ്ടവർ വരുമ്പോൾ അവരോട് എൻ്റെ നാഥൻ ആർദ്രതയാണ്. വരണ്ട കൈ കൊണ്ട് വരുമ്പോൾ അങ്ങനെയുള്ള സാധുക്കളോട് കർത്താവിന് പ്രത്യേക മമതയാണ്. അതുകൊണ്ടല്ലേ പാപിയായി എന്നെ വിളിച്ചത്. ഞാൻ ശാപക്രിസ്തനായിരുന്നു, ഒരിക്കലും യേശുവിനെ അന്വേഷിച്ചിറങ്ങിയതല്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സ്നേഹം, ക്രൂശിലെ സ്നേഹം അനുഭവിക്കാനിടയായത്? നിങ്ങളെ ദൈവം കണ്ടു. ദൈവത്തിന് നിങ്ങളോട് പ്രത്യേക കരുതലാണ്. ഏതെങ്കിലും ബലഹീനതയുള്ളവരോട് ജീവനുള്ള ദൈവത്തിന് പ്രത്യേകം മമതയാണ് പ്രിയപ്പെട്ടവരെ, പ്രത്യേക വാത്സല്യമാണ്. ദൈവം സ്നേഹം മാത്രമാണ്. നിങ്ങൾ ഈ സ്നേഹത്തെ കണ്ടാലുണ്ടല്ലോ, ഈ യേശു ക്രിസ്തു എന്ന അത്ഭുത പുരുഷന്റെ സ്നേഹം നിങ്ങൾ കണ്ടാലുണ്ടല്ലോ, പിന്നെ ഈ ലോകം ചപ്പന്നും ചവർന്ന് വെണ്ണിക്കളയും. ഏത് വലിയ നഷ്ടം വന്നാലും എല്ലാം സാരമില്ല എന്നെണ്ണും, എല്ലാം താൽക്കാലികമെന്നെണ്ണും, എല്ലാം ഈ ഭൂമിയിൽ വെച്ച് തീരുന്നതെന്നെണ്ണും. അതിനെന്താണ്, എന്ത് വന്നാലും എന്താണെന്നുള്ള ചിന്ത വരും. നിങ്ങൾക്ക് അറിയാതെ ധൈര്യം വന്നു പോകും. അന്ന് കർത്താവ് വരണ്ട കൈയുള്ള മനുഷ്യനോട് പറയുകയാണ്. 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിക്കാം. 5-ന്റെ അവസാനം. ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വരണ്ട കൈയുള്ള മനുഷ്യനോട് പറഞ്ഞു, നീ കൈ ഒന്ന് നീട്ടിക്കേ. കർത്താവ് പറയുമ്പോൾ വേണമെങ്കിൽ അനുസരിക്കാതിരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അനുസരിക്കാതിരിക്കാം.
നിങ്ങളുടെ വരണ്ട ഭാഗമല്ലേ ഇപ്പോൾ കാണിച്ചു കൊടുക്കൂ. എവിടെയെല്ലാം വരണ്ടിട്ടുണ്ടോ ആ വരണ്ട കൈയുള്ള മനുഷ്യനോട് പറഞ്ഞ് അതേ ക്രിസ്തു ഇപ്പോൾ വന്ന് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, എനിക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ വരണ്ട വിഷയങ്ങൾ എവിടെയൊക്കെയാണെന്ന്. എന്നാൽ എനിക്ക് ഒരു കാര്യം അറിയാം, ആ വരണ്ട കൈയുള്ള മനുഷ്യനോട് കർത്താവ് പറഞ്ഞപ്പോൾ സാധുവായ മനുഷ്യൻ അനുസരിക്കാൻ തോന്നി. എന്താണ് സംഭവിച്ചത്? അവൻ നീട്ടുക എന്നുള്ളത് അവൻ്റെ കാര്യമാണ്. വിശ്വസിക്കുക എന്നുള്ളത് നാം ചെയ്യേണ്ട കാര്യമാണ്. യേശു വന്നിട്ടുണ്ട്. നിങ്ങൾ വാസ്തവമായി ഒന്ന് വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളുടെ ഓരോരുത്തരും മുമ്പിൽ ഒന്ന് കാലിൽ തൊട്ടുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, സത്യമായും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ അരികിൽ വന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ യേശു സ്നേഹമാണ്. ആ യേശു നിങ്ങളുടെ വരണ്ട ഭാഗത്ത് കൈ തൊടാമെന്നാണ് പറയുന്നത്. അവൻ കൈ നീട്ടി. എന്താണ് സംഭവിച്ചത്? അവന്റെ കൈ സൗഖ്യമായി. മതി, അത്രയും മതി. നമുക്ക് എന്ത് ചെയ്യാം? കണ്ണുകൾ അടയ്ക്കാം. അവൻ കൈ നീട്ടി, ആ വരണ്ട കൈ നീട്ടി. ഞാൻ എൻ്റെ ചില വരണ്ട ഭാഗങ്ങളൊക്കെ കർത്താവിന് കാണിച്ചു കൊടുക്കുകയാണ്. കർത്താവേ, പ്രാർത്ഥനാ ജീവിതത്തിൽ വരണ്ടുപോയ മനുഷ്യനാണ് ഞാൻ. ഒരുപാട് തീരുമാനം പറഞ്ഞിട്ടുണ്ട് കർത്താവേ. എന്നാൽ ചില ദിവസം ഇരിക്കുമ്പോൾ കൂടുതൽ സമയം ഇരിക്കും, എന്നാൽ ചിലപ്പോൾ വളരെ കുറച്ച് സമയം ഇരുന്നിട്ട് കിടക്കുവാണ് കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നു പോയ, അങ്ങനെ സ്വഭാവത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ വരണ്ടുപോയ മനുഷ്യനാണ് ഇവിടെ നിൽക്കുന്നത്. കർത്താവേ, അതൊന്ന് കാണുന്നുണ്ടല്ലോ, അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ കർത്താവേ, ഏതെല്ലാം കാര്യത്തിലാണ് ഒന്ന് വരൾച്ചയുള്ളത്, ഇന്ന് ഏതെല്ലാം കാര്യത്തിലാണ് ദുഃഖമുള്ളത്. യേശു അരികിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവിടുന്ന് എൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അവിടുന്ന് നിങ്ങളുടെ ഓരോരുത്തരെയും അടുത്ത് വന്ന് നിൽക്കുകയാണ്. അങ്ങ് കാർപോർട്ടിൽ ഇരിക്കുന്നവരുടെ അരികിലും വന്ന് യേശു നിൽക്കുന്നുണ്ട്. അങ്ങ് ദൂരെ ദൂരെ ഇരിക്കുന്ന ഓരോരുത്തരും കയ്യിൽ വന്ന് യേശു ഇരിക്കുന്നുണ്ട്. അടുക്കളയിൽ ഇരുന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവവൈദ്യന്റെ അരികിലും യേശു വന്ന് നിൽക്കുകയാണ്. യേശു പറയുകയാണ്, നീ ആ കൈ ഒന്ന് നീട്ടിക്കേന്ന്. പ്രിയപ്പെട്ടവരെ, ആ കൈ നീട്ടിക്കൊടുത്താലുണ്ടല്ലോ ആ രക്ഷകൻ ചാടി ആ കയ്യിൽ പിടിക്കും. വേറെ ആരും പിടിക്കുകയില്ല. കൈയെല്ലാം ഇങ്ങനെ കുഷ്ഠം പിടിച്ച് ദ്രവിച്ചു പോയ കയ്യിൽ ഭൂമിയിലെ മനുഷ്യരാരും തൊടുകയില്ല. നിന്റെ ജീവിതം മുഴുവൻ അറിഞ്ഞാൽ ആരും നിന്നെ അടുത്ത് ചേർത്ത് പിടിക്കുകയില്ല. നിന്റെ തോളത്ത് കൈ ഇടുകയില്ല. നീ എടുത്ത തീരുമാനത്തിൽ ഒരിക്കലും നിലനിന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളയും. ഒരുപക്ഷെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വിധിക്കപ്പെടും. എന്നാൽ കർത്താവ് എന്താണ് പറയുന്നത്? വരണ്ട കൈയുള്ള മനുഷ്യനെ കർത്താവ് മാറ്റി നിർത്തുകയല്ല. നീ നിന്റെ വീട്ടിൽ പോയാലും നിന്റെ ജീവിതത്തിൽ വന്ന് പോയി പാവങ്ങളൊക്കെ കണ്ടുപിടിച്ചെന്ന് പറയുകയല്ല. കർത്താവ് ആകെ പറയുന്നത് വരണ്ട കൈയുള്ള മനുഷ്യനോട് നീ ആ കൈ ഒന്ന് നീട്ടിക്കേ എന്നാണ്. ഇപ്പോൾ ആരെല്ലാം വിശ്വാസത്തോടെ തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ഓരോ കാര്യങ്ങളും ഓർത്തുകൊണ്ട്, കടബാധ്യത ഓർത്തുകൊണ്ട് നിങ്ങളൊന്ന് വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തു നിങ്ങളുടെ കടബാധ്യതയുടെ വരൾച്ച നീക്കാൻ പോവുകയാണ്. അത് ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ല, നമ്മുടെ അരികിൽ യേശു വന്നിട്ടുണ്ട്. യേശു സ്നേഹം മാത്രമാണ്. ആ യേശു ഇപ്പോൾ നിങ്ങളുടെ വരൾച്ച മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ ഗർഭപാത്രത്തിൽ മൊഴയിൽ കർത്താവ് ഇപ്പോൾ തൊടാൻ പോവുകയാണ്. നിങ്ങളുടെ സ്കിന്നിലെ അസുഖം ഇപ്പോൾ കർത്താവ് തൊടാൻ പോവുകയാണ്. ആരും തൊടാൻ അറയ്ക്കുന്ന സ്ഥലമാണ്, എന്നാൽ യേശു തൊടാൻ പോവുകയാണ്. മകനെ, നീ ഇപ്പോൾ വെറുതെ ഇരിക്കല്ലേ. യേശുവിനോട് പറയൂ, നിന്റെ ബുദ്ധിയിൽ യേശു തൊടാൻ പോവുകയാണ്. നിന്റെ നീറ്റിന്റെ പരീക്ഷയുടെ വിജയത്തില് യേശുവിന്റെ കരം വെക്കാൻ പോവുകയാണ്. നീ എഴുതി തളർന്നു, നിനക്ക് തോന്നി ഇത് എളുപ്പമല്ലായിരുന്നെന്ന്. എന്നാൽ അവിടെ യേശുവിന്റെ കരം വെക്കാൻ പോവുകയാണ്. നിന്റെ പ്രഷർ മാറില്ലെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്, എന്നാൽ യേശുവിടെ തൊടാൻ പോവുകയാണ്. എല്ലാം യേശുവാണ് നിർവഹിക്കുന്നത്. യേശു മാത്രമാണ് നിർവഹിക്കുന്നത്. ആ യേശു അരികിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവിടുന്ന് സ്നേഹമായി പോർമ്മെ നോക്കുകയാണ്. ആണിപ്പോർന്ന് ഉയർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആരെല്ലാമായി കൈ നീട്ടിക്കൊടുക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പാപി ജോൺ ഇവിടെ നിന്ന് കൈ നീട്ടുകയാണ്. ഈ കണ്ണടച്ചാൽ പിന്നെ കണ്ണ് തുറക്കാൻ പേടിയാണ് എനിക്ക്. കാരണം അയ്യോ, അതിപരിശുദ്ധനായ ജീവനുള്ള ദൈവം, ആയിരങ്ങളിൽ സുന്ദരൻ, 10,000-ങ്ങളിൽ സുന്ദരൻ, തീക്കടുത്ത് നിറമുള്ളവൻ, വെള്ളോട്ടിൽ ചുട്ടുപഴിപ്പിച്ച കാലോട് സദൃശ്യമായവൻ ഇതാരികിൽ വന്ന് നിൽക്കുന്നു. മാലാഖമാർ വന്ന് നിൽക്കുന്നു. തീരുമാനം എടുക്കുന്നതിനുമേൽ ആണിപ്പാടും കർത്താവ് തൊടുന്നു. ആരെല്ലാം തീരുമാനമെടുത്തു? പറയൂ, നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നില്ല. ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. എൻ്റെ യേശുവേ എന്ന് നിങ്ങൾ വിളിക്കൂ.
യേശുവിനോട് നിങ്ങൾ പറയൂ, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതു കർത്താവേ എന്ന് പറയൂ. എന്റെ പ്രയാസങ്ങളോട് മാറ്റൂ എന്ന് പറയൂ. രോഗം മാറ്റൂ എന്ന് പറയൂ. അത്ഭുതം കർത്താവ് പ്രവർത്തിക്കുന്നു. എന്റെ കർത്താവേ, ഈ കരം ഉയർത്തിക്കുന്ന എല്ലാവരുടെ മേൽ ആണിപ്പാടുള്ള കരം വെച്ചു എന്ന് ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുകയാണ് കർത്താവേ. വരണ്ട ഭാഗത്ത് യേശു തൊട്ടു കർത്താവേ. നിന്റെ മകന്റെ വരണ്ട ഭാഗത്ത് യേശു തൊട്ടു. നിന്റെ മകന്റെ അവിശ്വാസത്തിൽ യേശു തൊട്ടു. നിന്റെ മകന്റെ പ്രേമത്തിൽ യേശു തൊട്ടു. നിന്റെ മകളുടെ പ്രേമത്തിൽ യേശു തൊട്ടു. എന്റെ യേശു തൊട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. അവൻ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചുവെങ്കിൽ, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പാപത്തോട് യാത്ര പറയൂ. വിശുദ്ധരായി ജീവിക്കൂ. വിശുദ്ധരായി ജീവിക്കൂ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങൂ. കാരുണ്യവാനും മഹാപരിശുദ്ധനുമായ ജീവനുള്ള ദൈവമേ, ഞങ്ങൾ കൂടി വരുമ്പോഴെല്ലാം അണിപ്പാടുള്ള കരവും കൊണ്ട് ഞങ്ങളുടെ അരികിൽ വരാൻ ഞങ്ങൾക്ക് എന്താ യോഗ്യത കർത്താവേ? ഞങ്ങൾക്കുള്ള യോഗ്യത ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പാപികളാണ്. ഒരു കൂട്ടം പാപികളോട് വന്നു വരുന്നു. അതുകൊണ്ട് കർത്താവ് വന്നത് പാപികളെ തേടിയാണ്. കർത്താവേ, നീതിമാന്മാരെ തേടിയ വന്നെങ്കിൽ ഞങ്ങളുടെ ആരെയും കർത്താവ് തൊടില്ലായിരുന്നു. കർത്താവേ, തൊട്ടവർക്കെല്ലാം സൗഖ്യം വന്നു എന്ന് വിശ്വസിപ്പാൻ അവിടുന്ന് നന്മയ്ക്കായി അടയാളം കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പൊന്നുകരങ്ങളിലേക്ക് എല്ലാം ഏൽപ്പിക്കുന്നു. കൂട്ടായ്മ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.